ഈ മഹാപ്രപഞ്ചം നിലവിൽ വന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ട് ഏകദേശം 13.7 ബില്യൺ അല്ലെങ്കിൽ 1370 അല്ലെങ്കിൽ 1380 കോടി വർഷങ്ങൾ പിന്നിട്ടു എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രപഞ്ചം ദ്രുതഗതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗാലക്സി അല്ലെങ്കിൽ ആ വികാസത്തിന്റെ തോത്, എക്സ്പാൻഷൻ റേറ്റും അതേപോലെ തന്നെ പ്രപഞ്ചോൽപത്തി സന്ദർഭത്തിൽ ബിഗ് ബാങ് സംഭവിച്ച സന്ദർഭത്തിൽ പുറത്തുപോയിട്ടുള്ള ചില വികിരണങ്ങൾ, റേഡിയേഷൻ, അതിന്റെ എല്ലാം തോത് കണക്കാക്കിയിട്ട് അതിലൂടെയാണ് നമ്മൾ ഈ 1370 കോടി വർഷമെന്ന് നമ്മൾ കണക്കാക്കുന്നത്. അത്രയേറെ വലിയൊരു കാലഘട്ടമായി പ്രപഞ്ചം നിർമ്മിക്കപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും മഹത്തരമായിട്ട് സൃഷ്ടിയാണ് പ്രപഞ്ചം എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള്, ഉപരിലോകങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ, ആ ഒരു ഓർഡറിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലുടനീളം സംസാരിക്കുന്നത്. അവിടെ സമാവാത്ത് എന്നുള്ള പദത്തിനെല്ലാം ആകാശം എന്നെല്ലാം നമ്മൾ പരിഭാഷ നൽകാറുണ്ട്. ആകാശം എന്നുള്ള ഒന്നില്ല, മറിച്ച് യഥാർത്ഥത്തിൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകങ്ങളെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. അതിന്റെ ഒരു വിശാലത മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിട്ട് നക്ഷത്രങ്ങളും അതേപോലെ തന്നെ ഗാലക്സികളും നെബുലകളും ക്ലസ്റ്ററുകളും സൂപ്പർ ക്ലസ്റ്ററുകളെല്ലാം യഥാർത്ഥത്തിൽ അതെല്ലാം ഒന്നാം ഉപരിലോകത്താണ്. അതിനപ്പുറം വീണ്ടും 7ഓളം ഉപരി ലോകങ്ങളുണ്ട്. സബഅ സമാവാത്തിനെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സംസാരിക്കുന്നത്. അത്രയേറെ വിശാലാണ് പ്രപഞ്ചം. ഇപ്പൊ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്കിന്റെ ആരംഭ ഭാഗത്തെല്ലാം ലഖദ് സയ്യന്ന സമാഅ ദുനിയ ബിമസ്വാബിഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, പ്രകാശം പുറത്തുവിടുന്ന എല്ലാം, ഇപ്പൊ നക്ഷത്രങ്ങളാകട്ടെ, ഗാലക്സികളാകട്ടെ, ക്ലസ്റ്ററുകളാകട്ടെ, അതെല്ലാം യഥാർത്ഥത്തിൽ സമാഅ ദുനിയ ഒന്നാം ഉപരിലോകത്താണ്. അതിനപ്പുറം വീണ്ടും 6ഓളം ഉപരി ലോകങ്ങളുണ്ടെന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സംസാരിക്കുന്നുണ്ട്. അത്രയേറെ വിശാലാണ് പ്രപഞ്ചം. അതുകൊണ്ടാണ് ഇപ്പൊ ഭൗതികവാദികളായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരെല്ലാം, ഇപ്പൊ നമ്മൾ നിരവധി ഡോക്യുമെന്ററികളെല്ലാം കാണുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ കാണാൻ സാധിക്കും, പ്രപഞ്ച വിശാലതയെ സംബന്ധിച്ചും ഈ മഹാപ്രപഞ്ചത്തെ സംബന്ധിച്ചെല്ലാം സംസാരിക്കുന്ന സന്ദർഭത്തിൽ അവർക്കുണ്ടാകുന്ന വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ട്, ഒരു വല്ലാത്തൊരു ഓറ. അത് വെച്ചിട്ടാണ് അവർ സംസാരിക്കാറ്. അത്യധികം അത്ഭുതത്തോടു കൂടെയാണ് അവർ അതിനെക്കുറിച്ചെല്ലാം സംസാരിക്കാറുള്ളത്. ഏതുപോലെ എന്ന് വെച്ചാൽ, ഈമാനുള്ള ഒരു വിശ്വാസി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് സംസാരിക്കുന്ന സന്ദർഭത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ്. നിരീശ്വരവാദികളായിട്ടുള്ള ഭൗതികവാദികളായിട്ടുള്ള ആളുകൾ പ്രപഞ്ചത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുക. കാരണം അവര് ആ ദൈവത്തിന്റെ സ്ഥാനത്ത് അവര് പ്രപഞ്ചത്തെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. ആ പ്രപഞ്ചം എന്നുള്ളത് ആ മഹത്തായിട്ടുള്ള ആ സൃഷ്ടി, അത് യഥാർത്ഥത്തിൽ ആ സൃഷ്ടാവിന്റെ ഔന്നിത്യമാണത് നിരന്തരം വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നത്. അതാണ് പ്രപഞ്ചത്തിലേക്ക് നോക്കുന്ന സന്ദർഭത്തിൽ അത്യധികം നമ്മൾ അത്ഭുതപ്പെടാനുള്ള കാരണം. പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആൽ ഇംറാന്റെ അവസാന ഭാഗത്തിൽ വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുമെന്നുള്ള ആ രൂപത്തിൽ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ, അതിനെ സംബന്ധിച്ച് പഠിക്കുന്ന സന്ദർഭത്തിൽ അവർ റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക്, അവർ അല്ലാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കും. അവർ സുജൂദിൽ വീണു പോകും. അതല്ലെങ്കിൽ അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, അവർ നിന്നുകൊണ്ടും കിടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടെല്ലാം അല്ലാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കും, അല്ലാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കും. അത്രയേറെ മഹത്തര അത്ഭുതകരമായാണ് ആ സൃഷ്ടിപ്പ് എന്നുള്ളതാണ്. നമ്മുടെ വിഷയത്തിലേക്ക് വരണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ച സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 7 സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലഖസ് സമാവാതി വൽ അർള ഫീ 6 അയ്യാം, 6 ദിനങ്ങളിലായിട്ട് 6 അയ്യാമുകളിലായിട്ട് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. സൂറത്തുൽ അറാഫിന്റെ 54-ാമത്തെ വചനം. അതേപോലെ തന്നെ അപ്പൊ മറ്റൊരു സ്ഥലത്ത് ഒരൽപ്പം വ്യത്യാസപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ സജദയുടെ ആരംഭ ഭാഗത്ത് 4-ാമത്തെ ആയത്തിൽ അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ, ആ വാനലോകങ്ങളെയും അതേപോലെ തന്നെ അതിനിടയിലുള്ള സർവ്വതും അല്ലാഹു സുബ്ഹാനഹു വ തആല 6 ദിനങ്ങളിലായിട്ട് അല്ലെങ്കിൽ 6 അയ്യാമുകളിലായിട്ട് സൃഷ്ടിച്ചു എന്ന് അവിടെയും പറയുന്നതായിട്ട് 7ഓളം സ്ഥലങ്ങൾ സൂറത്തുൽ ഹദീദിന്റെ 4-ാമത്തെ ആയത്തല്ല, നിരവധി സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല 7 സ്ഥലത്ത് കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നുണ്ട്. അപ്പൊ പരിഭാഷകളിൽ 6 ദിനങ്ങളിൽ സൃഷ്ടിച്ചു എന്ന് കാണാൻ സാധിക്കും. യൗമ എന്നുള്ള പദത്തിന് ദിവസം എന്നാണ് അവിടെ പരിഭാഷ നൽകിയതായിട്ട് കാണാൻ സാധിക്കുക. അപ്പൊ യൗമ എന്നുള്ള പദത്തിന് അർത്ഥം യഥാർത്ഥത്തിൽ ദിവസം എന്ന് മാത്രമല്ല, ഇപ്പൊ ഹീബ്രു ഭാഷയിലും യൗമ എന്നുള്ള പദത്തിന് യഥാർത്ഥത്തിൽ പിരീഡ് അല്ലെങ്കിൽ ഘട്ടങ്ങൾ എന്നുള്ള അർത്ഥവും അതേ പദത്തിന് വന്നു ചേരുന്നുണ്ട്. 6 ദിനങ്ങളിലായിട്ട് ഈ പ്രപഞ്ച സൃഷ്ടിപ്പ് നടത്തിയെന്ന് പറയുമ്പോൾ അത് ഒരിക്കലും നമ്മൾ കണക്കാക്കുന്ന 24 മണിക്കൂറുള്ള ഒരു ദിവസത്തെ കുറിച്ചല്ല അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്. അതായത് 6x24 മണിക്കൂറിനെ കുറിച്ചല്ല അവിടെ പറയുന്നത്. വളരെ കൃത്യമാണ്. കാരണം അവിടെ പറയുന്നത് പ്രപഞ്ച സൃഷ്ടിപ്പിനെ സംബന്ധിച്ചാണ്. അപ്പൊ ഭൂമിയെല്ലാം പ്രപഞ്ചത്തിന്റെ 1/3 പ്രായം മാത്രമേ ഭൂമിക്കുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ 6 ദിവസം എന്നുള്ളത് ഒരിക്കലും നമ്മുടെ 24 മണിക്കൂർ സമയക്രമമല്ല. ആ സമയക്രമം ഭൂമി എന്നുള്ള ഒരു ചെറിയ ഗ്രഹത്തിൽ മാത്രം, അതായത് പ്രപഞ്ചത്തിലെ കോടാനുകോടി നക്ഷത്രങ്ങളിൽ ഒന്ന് മാത്രമായിട്ടുള്ള സൂര്യൻ,
ആ സൂര്യന് ചുറ്റും ഭൂമി ഭ്രമണം ചെയ്യുന്ന സന്ദർഭത്തിലും അല്ലെങ്കിൽ സ്വയം ഭ്രമണം ചെയ്യുന്ന സന്ദർഭത്തിലെല്ലാം ലഭിക്കുന്ന വളരെ നിസ്സാര, പ്രപഞ്ചത്തിന്റെ ആ സ്കെയിലിൽ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു സമയക്രമം മാത്രമാണ് 24 മണിക്കൂർ. ഏതായാലും അതല്ല ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സിത്തത്തി അയ്യാം 6 ദിനം എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വളരെ കൃത്യമാണ്. അതിനപ്പുറത്തുള്ള മറ്റൊരു സമയക്രമത്തെ അല്ലെങ്കിൽ ഒരു ഘട്ടത്തെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സംസാരിക്കുന്നത്. അതിലേക്കുള്ള ചില സൂചനകൾ അതേ സൂറത്ത് സജദയുടെ അടുത്ത ആയത്ത് നമ്മൾ 5-ാമത്തെ ആയത്ത് നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സമയക്രമത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നുണ്ട്. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർളി സുമ്മ യഅറുജു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു അൽഫ സന. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയാൻ, നിങ്ങൾ കണക്കാക്കുന്ന 1000 വർഷം, അൽഫസന 1000 വർഷമാണ് അള്ളാന്റെ കണക്കിലുള്ള ഒരു ദിവസം. നമ്മുടെ 1000 വർഷം, അതായത് ഏകദേശം 3,65,000 ദിവസമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തുള്ള ഒരു ദിവസം. അത് മറ്റൊരു കണക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്ന ദിവസം എന്നുള്ളത് അത് മറ്റൊരു കണക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഒന്നുകൂടെ ലളിതമായിട്ട് വിശദീകരിക്കുകയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ യൗമുൽ ഖിയാമ എന്നും പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഖിയാമത്തിന്റെ ദിവസം, അത് ഒരു ദിവസത്തെ കുറിച്ചല്ലല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ സംസാരിക്കുന്നത്. ഏതായാലും ഒരിക്കലും അത് നമ്മുടെ 24 മണിക്കൂർ സമയക്രമയല്ല. കാരണം ഈ ഭൂമിയെല്ലാം നശിച്ചതിന് ശേഷമുള്ള ഒരു കാലാണ്. അതിനെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ സംസാരിക്കുന്നത്. അവിടെയുള്ള ഒരു ദിനം അതും വളരെ കൃത്യമായിട്ട് പരിശുദ്ധ ഖുർആനിൽ തന്നെ ഇപ്പോ സൂറത്തുൽ മആരിജ് 70-ാമത്തെ അധ്യായം സൂറത്തുൽ മആരിജിന്റെ 4-ാമത്തെ വചനത്തിൽ തഅറുജുൽ മലായികത്തു വറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സന. അല്ലാഹു സുബ്ഹാനഹു വ തആല അതായത് നമ്മുടെ കണക്കിലുള്ള 50,000 വർഷമാണ് അവിടുത്തെ ഒരു ദിവസം എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നുണ്ട്. അപ്പൊ അവിടെയും യൗമുൽ ഖിയാമ, ആ യൗം എന്നുള്ളത് ഒരിക്കലും 24 മണിക്കൂറുള്ള ഒരു സമയമല്ല, മറിച്ച് 50,000 വർഷത്തിലധികം ദൈർഘ്യമുള്ള ഒരു സമയത്തെയാണ് അവിടെ യൗമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ ആയത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലഖസ് സമാവാതി വൽ അർളി ഫീ സിത്തത്തി അയ്യാം എന്ന് പറയുമ്പോൾ അവിടെ ഒരു വലിയ ഒരു കാലഘട്ടത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉദ്ദേശിക്കുന്നത്. ആ കാലഘട്ടം എത്രയാണെന്ന് കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ല. അത് ഒരുപക്ഷേ ഈ 13.7 ബില്യൺ അതല്ലെങ്കിൽ ഇനി അപ്പുറം നമ്മൾ കണ്ടെത്തുകയാണെങ്കിലും ഏതായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാലഘട്ടത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് കടന്നു വരുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയേറെ വലിയൊരു കാലഘട്ടം ആ സൃഷ്ടിപ്പിന് എടുത്തു എന്നുള്ളതാണ്. ഒറ്റയടിക്ക് എന്തുകൊണ്ട് സൃഷ്ടിച്ചില്ല? അപ്പൊ പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകണം എന്ന് വിചാരിച്ചാൽ അതിന് ആ കുൻ എന്ന് പറയുന്ന സന്ദർഭത്തിൽ ഫയകൂൻ അത് ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് ആ രൂപത്തിൽ പ്രപഞ്ചം ഒറ്റയടിക്ക് ഉണ്ടായില്ല എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പൊ അവിടെ തന്നെ ആ ഒരു പദം തന്നെ കുൻ എന്നുള്ള കൽപ്പന ലഭിക്കുന്ന സന്ദർഭത്തിൽ ഫയകൂൻ, അതായത് 2 പദങ്ങൾ കുൻ ഫയകൂൻ എന്നാണ് മുദാരി ഫോമിൽ. അതായത് അത് ഉണ്ടാകുന്നത് ഒരുപക്ഷെ ഇൻസ്റ്റന്റേനിയസ് പെട്ടെന്നായിട്ട് അത് ഉണ്ടാകും. അതേ സന്ദർഭത്തിൽ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു കമാൻഡ്, ആ ക്രിയേറ്റിംഗ് കമാൻഡ് കുൻ എന്നുള്ള ആ ഒരു കൽപ്പന വരുന്ന സന്ദർഭത്തിൽ അതൊരുപക്ഷെ പെട്ടെന്നുണ്ടാകും, അതല്ലെങ്കിൽ ഘട്ടം ഘട്ടമായിട്ടായിരിക്കാം അത് സംഭവിക്കുന്നത്. അല്ലാഹു അലം. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിലുള്ള ചില വ്യവസ്ഥകളാണ്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചു, അല്ലാഹുല്ലദീ ഖലഖക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചു എന്ന് പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും പറയുന്നുണ്ട്. അപ്പൊ നമ്മളെ സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ മനുഷ്യനൊരു സുപ്രഭാതത്തില് ഒരു വലിയ മനുഷ്യനായിട്ട് ജനിച്ചു വീഴല്ല, മറിച്ച് വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെയാണ് നമ്മളും ജനിക്കുന്നത്. അപ്പൊ മനുഷ്യ സൃഷ്ടിപ്പിന്റെ വീഡിയോകളെല്ലാം നമ്മൾ നിരന്തരം കാണാറുണ്ട്. മാതാവിന്റെയും പിതാവിന്റെയും കൂടിച്ചേർന്ന ഒരു സെല്ല്, പിന്നീട് അത് ഭ്രൂണായിട്ട് സിക്താണ്ട്, അത് വ്യത്യസ്ത സ്റ്റേജുകൾ, ആദ്യത്തെ 7 ദിവസം, പിന്നീട് അടുത്ത നിരവധി ആഴ്ചകളിലുള്ള ആ വീഡിയോകളെല്ലാം നമ്മൾ നിരന്തരം കാണാറുണ്ട്. 9 മാസത്തെ ആ ഒരു കാല ഇളവ് മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട് ആ രൂപത്തിൽ. അതേപോലെ തന്നെ മാതാപിതാക്കൾ എന്ന ഒരു മീഡിയ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൃഷ്ടിപ്പിന് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ മനുഷ്യ സൃഷ്ടിപ്പിന് അതേ രൂപത്തിലുള്ള ഒരു മീഡിയ, അതേപോലെ തന്നെ 9 മാസത്തെ ആ ഒരു കാലഘട്ടം, ഒരു കാലയളവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വ്യവസ്ഥയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യനേക്കാൾ നമുക്കറിയാം പ്രപഞ്ചം എന്നുള്ളത് പ്രപഞ്ച സൃഷ്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചേർത്ത് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ മനുഷ്യൻ എന്നുള്ളത് നിസ്സാരമായിട്ടുള്ള സൃഷ്ടിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ വലിയ സൃഷ്ടിക്ക് വലിയൊരു കാലഘട്ടം അതിന്റെ സൃഷ്ടിപ്പിന്റെ വ്യവസ്ഥയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിരിക്കണം. അല്ലാഹു അലം. കാരണം വളരെ വ്യക്തമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഗാഫിറിന്റെ 57-ാമത്തെ വചനത്തിൽ ലഖൽഖുസ് സമാവാതി വൽ അർളി അക്ബറു മിൻ ഖൽഖിന്നാസ്, മനോഹരമായിട്ടുള്ള ആയത്ത്. ആകാശഭൂമികളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനേക്കാൾ വലിയ കാര്യം. മനുഷ്യ സൃഷ്ടിപ്പ് വളരെ നിസ്സാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആകാശഭൂമികളുടെ ആ സൃഷ്ടിപ്പിന് വലിയൊരു കാലഘട്ടം അത് ആ ഒരു വ്യവസ്ഥയിലായിരിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സൃഷ്ടിച്ചിട്ടുണ്ടാകും. അല്ലാഹു അലം. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു കാലഘട്ടം 13.7 ബില്യൺ അല്ലെങ്കിൽ അതിനേക്കാൾ സമയം എടുത്തു എന്ന് ചോദിക്കുന്ന അതേ രൂപത്തിൽ നമുക്ക് തിരിച്ചു ചോദിക്കാം, എന്തുകൊണ്ടാണ് മനുഷ്യന് 9 മാസ കാലഘട്ടം എടുത്ത് ഒരു 2 ദിവസം കൊണ്ട് എന്തുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചില്ല? അതല്ലെങ്കിൽ
ഒരു വൃക്ഷം എന്തുകൊണ്ടാണ് ഇത്രയും കാലം എടുത്ത് ആദ്യം ഒരു വിത്തായി പിന്നീട് അത് മുളച്ച് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് അതിൽ ഫലം കായ്ക്കുന്നത്? എന്തുകൊണ്ടാണ് അത്രയും വലിയ ഒരു കാലഘട്ടം അതിനെടുക്കുന്നത്? ഇതേ രൂപത്തിൽ എല്ലാ സൃഷ്ടിപ്പിന്റെ വ്യവസ്ഥയും നമുക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കും. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിന്റെ വ്യവസ്ഥകൾ അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവന് പ്രവർത്തിക്കുകയാണ്. അത് നമ്മൾ അതിനെ ചോദ്യം ചെയ്യാൻ ഒന്നുമല്ലാത്ത നമ്മൾ ആരാണ്? അതാണ് നമ്മൾ സ്വയം നമ്മോട് ചോദിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംബിയാഇന്റെ 23-ാമത്തെ വചനത്തിൽ ലാ യസ്അലു അമ്മാ യഫ്അലു വഹും യസ്അലൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അവന് പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് ഒരാളും ചോദ്യം ചെയ്യപ്പെടുകയില്ല. അതേ സന്ദർഭത്തിൽ നമ്മളെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യാൻ, അവന്റെ സൃഷ്ടിപ്പിന്റെ വ്യവസ്ഥകളെ ചോദ്യം ചെയ്യാൻ നമ്മളാരാണ്? അതാണ് ഇത്തരത്തിലുള്ള ചോദ്യം ഉന്നയിക്കുന്ന ആളുകളോട് നമ്മൾ ചോദിക്കേണ്ടത്. ഇപ്പൊ സൃഷ്ടിപ്പിന്റെ വ്യവസ്ഥ, അപ്പൊ മറ്റൊരു മനോഹരമായിട്ടുള്ള ഉദാഹരണം പണ്ഡിതന്മാർ സൂചിപ്പിക്കാറുണ്ട്. അപ്പൊ സൂറത്ത് മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന ആ ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്ന സന്ദർഭത്തിൽ സൂറത്ത് മറിയമിന്റെ 19-ാമത്തെ ആയത്ത്, 19-ാമത്തെ അധ്യായം 19-ാമത്തെ ആയത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഖാല ഇന്നമാ അന റസൂലു റബ്ബിക്കി ലിഅഹബലക്കി ഗുലാമൻ സക്കിയ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, ഞാനൊരു ആൺകുട്ടി ഒരു ഗുലാമിന് നൽകാനുള്ള ആ ഒരു സന്തോഷ വാർത്ത നൽകാൻ പോവാണെന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ സന്തോഷ വാർത്ത അവിടെ അറിയിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു സന്താനത്തെ നൽകുമെന്ന് പറഞ്ഞു ഉടനെ എടുത്തു കൊടുക്കുകയല്ല ചെയ്തത്. അവിടെയും നമുക്കറിയാം 9 മാസം ഗർഭം ധരിച്ച് ആ ഒരു വ്യവസ്ഥയിലൂടെയാണ് ആ ഒരു കുട്ടിയെ അവർക്ക് ലഭിക്കുന്നത്. അപ്പൊ എല്ലാത്തിനും ഒരു ക്രമവും വ്യവസ്ഥയും അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒറ്റയടിക്ക് സൃഷ്ടിക്കാമായിരുന്നു. പക്ഷേ സൃഷ്ടിപ്പിലും മറ്റുള്ള കാര്യത്തിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായിട്ടൊരു ക്രമവും വ്യവസ്ഥയും അതേപോലെ തന്നെ ഒരു സാവകാശവും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക വഴി അത് മനുഷ്യന് കൂടെ മാതൃകയാകുകയാണ്. അതാണ് പണ്ഡിതന്മാർ നൽകുന്ന മറ്റൊരു വിശദീകരണം. ഒരു സാവകാശം, അതേ ഒരു ക്രമം, അതെല്ലാത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള മറ്റൊരു ചേർത്ത് വായിക്കേണ്ടതായിട്ടുള്ള ഹദീസ്, മനോഹരമായിട്ടുള്ള ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവധാനത എന്നുള്ളത് അത് അള്ളാഹുവിൽ നിന്ന് ദൈവികമാണ്. അതേ സന്ദർഭത്തിൽ അൽ അജലു മിന ശൈത്വാൻ, ധൃതി എന്നുള്ളത് പൈശാചികാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വ്യവസ്ഥയും ക്രമവും അതേപോലെ തന്നെ സാവകാശം എല്ലാം എല്ലാ കാര്യത്തിലും അത് എത്രത്തോളം എന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് നൽകപ്പെട്ട മാർഗദർശനത്തിന്റെ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചിട്ടുണ്ട്. ഒറ്റയടിക്ക് പരിശുദ്ധ ഖുർആൻ നൽകുകയല്ല ചെയ്തത്. 23 വർഷ കാലഘട്ടങ്ങളിൽ ആ ഒരു ഘട്ടത്തിലൂടെയാണ് ആ പരിശുദ്ധ ഖുർആൻ പൂർത്തിയാകുന്നത്. ആ ഒരു സമൂഹത്തെ സംസ്കരിച്ചെടുത്തതും ഘട്ടം ഘട്ടമായിട്ടാണ്. ഒരു വിലക്ക് പോലും വരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ വിലക്കിയത് പോലും ഘട്ടം ഘട്ടമായിട്ടായിരുന്നു. അപ്പൊ എല്ലാത്തിനും ഒരു ക്രമവും വ്യവസ്ഥയും അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചതായിട്ട് കാണാൻ സാധിക്കും. അതേ വ്യവസ്ഥ സൃഷ്ടിപ്പിന്റെ കാര്യത്തിലും സ്വീകരിച്ചതായിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ ചില പണ്ഡിതന്മാര് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹം, റഹ്മാനായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യമാണ് സൃഷ്ടിപ്പിൽ പോലും പ്രതിഫലിക്കുന്നതായിട്ടും ആ സൃഷ്ടിപ്പിൽ പോലും പ്രതിഫലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുമെന്നും അഭിപ്രായപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. കാരണം നമ്മളൊരു കാര്യം ഒറ്റയടിക്ക് ഉണ്ടാക്കുന്നതും വളരെ സമയമെടുത്ത് സാവധാനം അത് നിർവഹിക്കുന്നത് അത് കൃത്യമായിട്ട് അത് മറ്റൊരാളോടുള്ള സ്നേഹം അല്ലെങ്കിൽ ആ താല്പര്യമാണ് അത് കാണിച്ചു തരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒറ്റയടിക്ക് ഒരു സാധനം ഉണ്ടാക്കുന്നതും അതേ സന്ദർഭത്തിൽ വളരെ ഒരുപാട് സമയമെടുത്തൊരു കാര്യം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് നൽകുന്നതും അത് രണ്ടും വ്യത്യാസമുണ്ട്. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ രൂപത്തിൽ ആ ഒരു വ്യവസ്ഥയോട് കൂടെ ആ പ്രപഞ്ചത്തെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, പ്രപഞ്ചത്തിൽ നമ്മുടെ കേന്ദ്ര കഥാപാത്രമായിട്ട് നമുക്കറിയാം മനുഷ്യനാണ് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള സൃഷ്ടി. അവിടെയും അല്ലാഹു സുബ്ഹാനഹു നമ്മൾ പരിശുദ്ധ ഖുർആന്റെ പദപ്രയോഗങ്ങളിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശ ലോകത്തെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കരങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. കരം എന്നുള്ളത് അള്ളാഹിന്റെ കൈ എന്നുള്ളത് അത് അല്ലാഹു ആലം. അതിനെ സംബന്ധിച്ച് കൈ എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ അള്ളാഹുവിന്റെ കൈ എന്നുള്ളതുകൊണ്ട് പക്ഷെ അല്ലാഹു ആലം, അത്രയും നമുക്ക് പറയാൻ സാധിക്കൂ. പക്ഷെ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൈനാഹാ ബിഐദിൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നുണ്ട്. അതേ സന്ദർഭത്തിൽ മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സ്വാദിന്റെ 75-ാമത്തെ വചനത്തിൽ പിശാചുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സംഭാഷണത്തിൽ മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖ്തു ബിയദയ്യ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും പറയുന്നുണ്ട്. അപ്പൊ മനുഷ്യൻ എന്നുള്ളത് പ്രപഞ്ചത്തിൽ ഏറ്റവും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ഏറ്റവും സവിശേഷമായിട്ടുള്ള സൃഷ്ടിയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ ഉടനീളം ആ പ്രപഞ്ചത്തെയും മനുഷ്യനെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള മനോഹരമായിട്ടുള്ള നിരവധി തീമുകളും പരാമർശങ്ങളെല്ലാം നിരന്തരം കടന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. സൂറത്തുൽ മുൽക്കെല്ലാം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മനോഹരമായിട്ടുള്ള ആ ഒരു കമ്പാരിസൺ അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലത്തും പ്രപഞ്ചത്തെയും മനുഷ്യനെയും ഒരുമിച്ച് വെച്ച് നിരവധി കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ടെല്ലാം പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും എന്നുള്ള. സുബ്ഹാനല്ലാഹ്. 6 ദിവസം എന്നുള്ളത് 6 ഘട്ടമാണ്. ആ ഘട്ടം ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ഒരു വലിയ കാലഘട്ടമായിരിക്കാം. അല്ലാഹു ആലം. അതാണ് അവിടെ അത് വിഭജിക്കുന്നത്. ഇത് പറയാനുള്ള കാരണം ചില ആളുകളെല്ലാം അത്തരത്തിലൊരു ആരോപണം അല്ലെങ്കിൽ ഒരു സംശയം ഉന്നയിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും.
ഇനി നമ്മൾ ഈ മഹാപ്രപഞ്ചത്തിൽ നമ്മൾ വസിക്കുന്ന ഭൂമി എന്നുള്ള കൊച്ചു ഗ്രഹത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ പരിമിതമായിട്ടുള്ള അറിവ് വെച്ച് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഈ പ്രപഞ്ചത്തിൽ ഭൂമി എന്നറിയപ്പെടുന്ന ആ കൊച്ചു ഗ്രഹത്തിൽ മാത്രമാണ് ജീവന്റെ സാന്നിധ്യം ഉള്ളത്. ഭൂമിക്കപ്പുറത്ത് ജീവന്റെ സാന്നിധ്യം ഉള്ളതായിട്ട് ഇന്ന് വരെ ആധികാരികമായിട്ട് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ആ അന്യഗ്രഹ ജീവികളുമായിട്ട് ബന്ധപ്പെട്ട സംസാരത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അപ്പൊ നമ്മൾ വസിക്കുന്ന ആ ഭൂമി അത് ഏകദേശം 6000 വർഷം പഴക്കമുള്ളത്. അതേ രൂപത്തിലുള്ള ചില തെറ്റായിട്ടുള്ള ധാരണകൾ ഇപ്പൊ ജൂയിഷ് കലണ്ടർ പ്രകാരം അതല്ലെങ്കിൽ ചില ക്രിസ്ത്യൻ ഫണ്ടമെന്റലിസ്റ്റുകൾക്കെല്ലാം അവർക്കുള്ള അത്തരത്തിലുള്ള ചില തെറ്റായിട്ടുള്ള ധാരണകൾ, അത് ഒരു മതത്തിലും വിശ്വസിക്കാത്ത ചില ഭൗതികവാദികൾ അവര് അതെടുത്തിട്ട് സെമിറ്റിക് മതങ്ങൾ മുഴുവനും 6000 വർഷത്തെ ഒരു ടൈം ലൈൻ പറയുന്നുണ്ടെന്ന് പറഞ്ഞ് ഇസ്ലാമിനെ ചില ആളുകൾ പഠിക്കാറുണ്ട്. മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമിക പ്രമാണങ്ങളിൽ എവിടെയും പരിശുദ്ധ ഖുർആനിലോ ഹദീസിലോ എവിടെയും 6000 വർഷത്തെ ഒരു കണക്ക്, ഒരു ടൈം ലൈൻ എവിടെയും പറയുന്നില്ല. മറിച്ച് ഇന്ന് നമ്മൾ ശാസ്ത്രീയമായിട്ട് സ്ഥിരീകരിച്ചതിനെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലേക്കുള്ള സൂചനകളാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നൽകുന്നത്. അത് ഇൻഷാ അല്ലാഹ് അവസാനം ഞാൻ പറയും. ഇപ്പൊ ബൈബിൾ ഉൽപ്പത്തി പുസ്തകം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ അവിടെയുള്ള ചില നിരവധി ധാരണകൾ പരിശുദ്ധ ഖുർആൻ ശക്തമായിട്ട് അതിനെല്ലാം ഖണ്ഡിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭത്തിൽ 6 ദിനം കൊണ്ട് സൃഷ്ടിച്ചു, 7ാമത്തെ ദിനം ശബത്ത് ദിനം, അതായത് ശനിയാഴ്ച ദിവസം ദൈവം റെസ്റ്റ് എടുത്തു, ദൈവം വിശ്രമിച്ചു എന്നെല്ലാം അവിടെ എഴുതപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ ശക്തമായിട്ട് അതിനെ ഗണ്ണിക്കുന്നുണ്ട്. സൂറത്തുൽ ഖാഫിന്റെ 38ാമത്തെ വചനത്തിൽ വലഖദ് ഖലഖന സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ 6 ദിനങ്ങളിൽ 6 ഘട്ടങ്ങളിലായിട്ട് ആകാശഭൂമികൾ അവൻ സൃഷ്ടിച്ചു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രത്യേകമായിട്ട് കൂട്ടിച്ചേർത്തു വമാ മസ്സനാ മിൻ ലുഗൂബ്, ആ സൃഷ്ടിപ്പ് കാരണം അവന് യാതൊരു ക്ഷീണവും മസ്സന എന്നുള്ളതാണ്, സ്പർശിച്ചിട്ട് പോലുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലാണ് അവിടെ പരാമർശിക്കുന്നത്. കാരണം എന്തെങ്കിലും ഒരു ജോലി, എന്തെങ്കിലും പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ക്ഷീണവും തളർച്ചയും ബാധിക്കുക എന്നുള്ളതെല്ലാം അത് സൃഷ്ടികളുടെ ന്യൂനതകളും കുറവുകളാണ്. അത് നമുക്കാണ് അത് ബാധിക്കുക. ആ സൃഷ്ടികളുടെ ന്യൂനതകളും കുറവുകളും എല്ലാ ന്യൂനതകളിൽ നിന്നും അതേപോലെ തന്നെ എല്ലാ കുറവുകളിൽ നിന്നും മുക്തനായിട്ടുള്ള പരിപൂർണമായിട്ടുള്ള സൃഷ്ടാവിൽ ആരോപിക്കുക എന്നുള്ളത് ഒരിക്കലും സൃഷ്ടാവിന് ചേർന്ന ഗുണങ്ങളല്ല. ഇപ്പൊ വിശ്രമിക്കുക എന്ന് പറയുന്നതൊന്നും അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായിട്ട് പരിചയപ്പെടുന്ന പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആയത്തായിട്ടുള്ള ആയത്തുൽ കുർസി സൂറത്തുൽ ബഖറ, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ തഅഖുദുഹു സിനത്തും വലാ നൗം, അവനെ ഉറക്കവും മയക്കവും ഒന്നും അവനെ ബാധിക്കുന്നില്ല. ഇപ്പൊ 6000 വർഷം എന്നുള്ളത് അത് അശാസ്ത്രീയമായിട്ടുള്ള ഒരു സങ്കല്പം കൂടിയാണ്. അപ്പൊ ഇന്ന് നമ്മൾ പ്രപഞ്ചത്തിന്റെ പ്രായം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു 13.7 ബില്യൺ 1370 വർഷമാണ് പ്രപഞ്ചത്തിന്റെ പ്രായം നമ്മൾ കണക്കാക്കുന്നത്. അതിന്റെ 1/3 പ്രായം മാത്രമാണ് ഭൂമിക്കുള്ളത്. ഏകദേശം 4.5 ബില്യൺ, അതായത് 450-460 കോടി വർഷമാണ് ഭൂമിയുടെ പ്രായം ഏകദേശം ഇന്ന് നമ്മൾ കണക്കാക്കുന്നത്. അത് ഏകദേശം കൃത്യമായിട്ട് നിർണ്ണയിക്കാനുള്ള സാങ്കേതിക വിദ്യകൾ ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ റേഡിയോ കാർബൺ ഡേറ്റിംഗ് പോലെയുള്ള സാങ്കേതിക വിദ്യ മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ കാർബൺ സംയുക്തങ്ങളാണ് എല്ലാം നമ്മൾ കാണുന്നത്. അതിൽ കാർബൺ 14 എന്നറിയപ്പെടുന്ന ഒരു ഐസോട്ടോപ്പ്, അത് ഏതെങ്കിലും ഒരു ജീവി അല്ലെങ്കിൽ ഒരു വസ്തു നശിക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ ശരീരത്തിൽ അത് 100% ആയിരിക്കും. പിന്നീട് കൃത്യം അത് 5730 വർഷം പിന്നിടുന്ന സന്ദർഭത്തിൽ അതിന്റെ പകുതി അളവ് പകുതിയായിട്ട് കുറയും. അതാണ് ഹാഫ് ലൈഫ് അല്ലെങ്കിൽ അർദ്ധായുസ് എന്നാണ് അതിനെ പറയാ. അതിന്റെ പകുതി നശിച്ചു തീരാനുള്ള സമയമാണ് 5730. അപ്പൊ എത്ര ഹാഫ് ലൈഫ് കഴിഞ്ഞിട്ടുണ്ടെന്ന് അളന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ വസ്തുവിന്റെ പഴക്കം നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. അത് കാർബൺ 14 അതിനേക്കാൾ ഒരുപാട് ഹാഫ് ലൈഫ് ഉള്ള നിരവധി മൂലകങ്ങൾ, ഇപ്പൊ പൊട്ടാസ്യം 14 അതിന്റെ ഹാഫ് ലൈഫ് 1.3 ബില്യൺ ആണ്. അതേപോലെ തന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ യുറാനിയം 238 എന്നറിയപ്പെടുന്ന മറ്റൊരു മൂലകം, അത് 4.5 ബില്യൺ ആണ് അതിന്റെ ഹാഫ് ലൈഫ്. അപ്പൊ എത്ര ഹാഫ് ലൈഫ് പിന്നിട്ടിട്ടുണ്ടെന്ന് നമ്മൾ കണക്കാക്കിയാൽ ആ വസ്തുവിന്റെ പ്രായം നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. അതാണ് റേഡിയോ കാർബൺ ഡേറ്റിംഗ്. അത് ഇതിൽ മാത്രം ഇപ്പൊ ഭൂമിയിലുള്ള ചില പാറകളെല്ലാം പരിശോധിച്ചാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ പ്രായം നമുക്ക് അതിലൂടെ തിട്ടപ്പെടുത്താൻ സാധിക്കും. അത് ആ ഒരു ടെക്നോളജി ഇപ്പോ ഫോറൻസിക് സർജന്മാരെല്ലാം ഇപ്പൊ ഏതെങ്കിലും ജീർണിച്ച ശരീരം അല്ലെങ്കിൽ പഴയ എല്ലോ കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന് എത്ര പഴക്കമുണ്ടെന്ന് അതെല്ലാം ഈ റേഡിയോ കാർബൺ ഡേറ്റിംഗ് വിദ്യയിലൂടെയാണ് അവർ നിർണ്ണയിക്കുന്നത്. ഇപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഏതായാലും 6000 വർഷം എന്നുള്ളത് തികച്ചും അശാസ്ത്രീയമായിട്ടൊരു ധാരണയാണ്. അത് മാത്രമല്ല, അതല്ലാതെ തന്നെ ഇപ്പൊ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള നിരവധി ഗുഹാചിത്രങ്ങൾ, കേവ് പെയിന്റിങ്ങുകൾ, പുരാതന മനുഷ്യര് അവര് ആ ഗുഹയിൽ വരച്ചിട്ടുള്ള നിരവധി ചിത്രങ്ങൾ, മാമോത്തിനെ പോലെയുള്ള ജീവികളുടെ എല്ലാം ചിത്രങ്ങൾ ആർക്കിയോളജിസ്റ്റുകൾ അവർ കണ്ടെടുത്ത് അത് കാർബൺ ഡേറ്റിംഗ് ചെയ്ത സന്ദർഭത്തിൽ അതിനെല്ലാം 30,000-40,000 വർഷം പഴക്കമുള്ള ചിത്രങ്ങൾ വരെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. നിരവധി ഡോക്യുമെന്ററികൾ ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. ഇപ്പൊ സ്പെയിനിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു ഗുഹാ ചിത്രം, അത് മനുഷ്യന്റെ കൈയടയാളം, അതെല്ലാം പരിശോധിച്ച സന്ദർഭത്തിൽ 40,000 മുതൽ 50,000 വർഷം വരെ പഴക്കമുള്ള ഗുഹാ ചിത്രങ്ങൾ നമുക്ക് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് 6000 വർഷം എന്നുള്ളത് ശരിയാവുക? അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു സങ്കല്പമല്ല. അപ്പൊ അതേപോലെ തന്നെ ഇനി അതെല്ലാം നിശ്ചയിച്ചാൽ തന്നെ
നിഷേധിക്കാൻ കഴിയാത്തുള്ള നിരവധി തെളിവുകൾ. ഇപ്പോൾ 200 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ജുറാസിക് യുഗത്തിൽ ഇവിടെ ജീവിച്ച ദിനോസറുകൾ ഒരാൾക്കും നിഷേധിക്കാൻ സാധ്യമല്ലാത്ത കാര്യമാണ്. നിരവധി ഫോസിലുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ആ മനുഷ്യന്റെ ആവിർഭാവത്തിന് മുമ്പേ ഇവിടെ ഭൂമി ഉണ്ടായിരുന്നു, ഭൂമിയിൽ നിരവധി ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിലേക്ക് കൃത്യമായിട്ടുള്ള നിരവധി സൂചനകൾ അല്ലെങ്കിൽ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ പരിശുദ്ധ ഖുർആൻ ഇസ്ലാമിക പ്രമാണങ്ങളിലേക്ക് വരുന്ന സന്ദർഭത്തിലും മനുഷ്യന് മുമ്പേ ഭൂമിയിൽ ജിന്നുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഇസ്ലാമിക പ്രമാണങ്ങളിൽ കടന്നു വരുന്ന ചർച്ചകളാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ബിദായ വന്നിഹായിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ ജിന്നുകൾ ഉണ്ടായിരുന്നു. ജിന്നുകൾ എന്നുള്ളത് നമ്മുടെ ടെലസ്കോപ്പുകൾക്കോ മറ്റോ കണ്ടെത്താൻ സാധ്യമല്ലാത്തൊരു ജീവി വർഗ്ഗമാണ്. ഇന്നും നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. ശാസ്ത്രീയമായിട്ടുള്ള മാനദണ്ഡം വെച്ച് അവരെ നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല. ആ ജിന്നുകൾ അവർ പരസ്പരം രക്തം ചിന്താൻ തുടങ്ങിയതും അതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന യുദ്ധം, അതെല്ലാം അത്തരം ഗ്രന്ഥങ്ങളിൽ അത്തരം ചർച്ചകൾ ഇസ്ലാമിക പ്രമാണങ്ങളിലുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ ബഖറയുടെ ആരംഭ ഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് മനുഷ്യനെ അയക്കുന്ന ഇതിനെ സംബന്ധിച്ച് ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ, ഭൂമിയിലേക്ക് ഒരു പുതിയ സൃഷ്ടിയായിട്ട് മനുഷ്യനെ അയക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയാണ്. ആ സന്ദർഭത്തിൽ അവർ ചോദിക്കുന്ന ചോദ്യം ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, പരസ്പരം രക്തം ചിന്തുകയും കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ജീവി വർഗത്തെ നീ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ അവർ ആ ചോദ്യം ചോദിക്കാനുള്ള കാരണം ചില മുഫസ്സിറുകൾ ഇതേ രൂപത്തിൽ ജിന്നുകൾ അവർ പരസ്പരം രക്തം ചിന്തി അതേ രൂപത്തിലുള്ള കാഴ്ചകളായിരിക്കണം അല്ലാഹു അല അതേ രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ വരെ ഇസ്ലാമിക് മുഫസ്സിറുകൾ നടത്തിയതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഏതായാലും ഈ 6000 വർഷം എന്നുള്ളത് ഇസ്ലാമിക പ്രമാണങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ അനുകൂലിക്കുന്ന ഒരു കാഴ്ചപ്പാടല്ല. അത് തികച്ചും തെറ്റായിട്ടുള്ള ധാരണയാണ്. അതിനൊരിക്കലും ഇസ്ലാമിക പ്രമാണങ്ങൾ സൂചന നൽകുന്നില്ല. മറിച്ച് ഇപ്പൊ ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിന് വിരുദ്ധമായിട്ട് നൽകുന്ന സൂചനകൾ അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു തെളിവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിലേക്ക് 1.25 ലക്ഷം പ്രവാചകന്മാരെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നുണ്ട്. 1.25 ലക്ഷം, അതായത് ഓരോ സമുദായം, ഏത് ആദിവാസികോ എല്ലാ സമുദായത്തിലേക്കും അവരുടെ ഭാഷ സംസാരിക്കുന്ന ഒരു പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുണ്ട്. 1.25 ലക്ഷം പ്രവാചകന്മാര് ഭൂമിയിൽ വന്നു പോകാൻ വേണ്ട സമയം എത്രയായിരിക്കും ചിന്തിച്ചു നോക്കുക. ഒരേ സന്ദർഭത്തിൽ 3 പ്രവാചകന്മാർ ഭൂമിയിൽ ഉണ്ടെങ്കിൽ തന്നെ 1.25 ലക്ഷം പ്രവാചകന്മാര് അയക്കപ്പെടാനുള്ള സമയം എത്രയായിരിക്കും? ഇനി 2 പ്രവാചകന്മാർക്ക് ഇടയിലുള്ള സമയം ഇനി ഒരു 200 വർഷം വെച്ച് നമ്മൾ അത് കൂട്ടുകയാണെങ്കിലും ഒരിക്കലും അത് വലിയൊരു കാലയളവ് അതിലൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പൊ ഏറ്റവും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് 500 വർഷത്തെ ദൈർഘ്യമുണ്ട്. 500 മാറ്റിവെച്ച് 200 വർഷം 2 പ്രവാചകന്മാർക്കിടയിൽ ഒരു സമയദൈർഘ്യം എടുത്ത് നമ്മൾ കൂട്ടിയാൽ തന്നെ ഒരിക്കലും വലിയൊരു സമയ കാലഘട്ടത്തെയാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. എത്ര നിരവധി ജനറേഷൻ അതിലൂടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മറ്റൊരു മനോഹരമായിട്ടുള്ള ഹദീസ് റസൂലുള്ളാഹി അതിലേക്ക് നൽകപ്പെടുന്ന ഒരു സൂചന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ സ്വഹീഹുൽ ബുഖാരിയിൽ കടന്നു വരുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ രണ്ട് വിരലുകളെ ചേർത്ത് വെച്ച് ബുഇസ്തു അന വസ്സഅത കഹാതൈൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഞാനും ഖിയാമത്ത് നാളും തമ്മിലുള്ള ദൂരം ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചൂണ്ടുവിരലും നടുവിരലും ചേർത്ത് വെച്ചുകൊണ്ട് റസൂലുള്ളാഹി പറയാൻ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞ് നമുക്കറിയാം ഇന്നേക്ക് 1400-ലധികം വർഷങ്ങൾ നമ്മൾ പിന്നിട്ടു. ഇനിയും എന്നാണ് ഖിയാമത്ത് സംഭവിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയാവുന്ന കാര്യമാണ്. ഇനിയും ഒരു 1000 വർഷങ്ങൾ അല്ലെങ്കിൽ എത്രയോ വർഷങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ അത്രയും വലിയൊരു സമയ കാലഘട്ടത്തെ അല്ലെങ്കിൽ അത്രയും വലിയൊരു സമയത്തെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ രൂപത്തിൽ ആ 2 വിരലുകൾ ചേർത്ത് വെച്ച് സൂചിപ്പിച്ചതെങ്കിൽ മറ്റുള്ള വിരലുകളിൽ നിന്നും ആ ഖിയാമത്തിലേക്കുള്ള ദൂരം എത്രയായിരിക്കും? അപ്പൊ അതും കൃത്യമായിട്ട് ആ സമയദൈർഘ്യത്തിലേക്ക് നൽകുന്ന സൂചനയാണ്. ആ വിഷയത്തിലേക്ക് പരോക്ഷമായിട്ട് സൂചന നൽകുന്ന മറ്റൊരു ഹദീസ് കൂടെ അവസാനമായിട്ട് ഇപ്പൊ സുനൻ തുർമുദിയിൽ കടന്നു വരുന്ന ഹസനായിട്ട് രേഖപ്പെടുത്തിയ സ്വഹീഹായിട്ടുള്ള ഹദീസ്. ആ ഹദീസിൽ സൂറത്തുൽ അറാഫിന്റെ 172-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് അഖദ റബ്ബുക മിൻ ബനി ആദം മിൻ ദുഹൂരിഹിം വഅശ്ഹദുഹും അലാ അൻഫുസിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൃഷ്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ സൃഷ്ടിച്ചതിന് ശേഷം മുതുകിൽ നിന്ന് മൊത്തം വരാനിരിക്കുന്ന, അതായത് ലോകത്ത് ജനിക്കാനിരിക്കുന്ന അവസാനമായിട്ട് ജനിക്കുന്ന, അതായത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മൊത്തം സന്താനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊണ്ടുവരാൻ അവിടെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ആലമുൽ അർവാഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊരു കര അലസ്തു ബി റബ്ബിക്കും, അതെല്ലാം ആയത്തിലുണ്ട്, അതല്ല നമ്മുടെ വിഷയം. ആ നിർത്തിയ സന്ദർഭത്തിൽ അവിടെ കടന്നു വരുന്ന ഹദീസിൽ അവിടെ എല്ലാ ആളുകളെയും മൊത്തം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും സന്താനങ്ങളെ നിർത്തിയ സന്ദർഭത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചു, യാ റബ്ബ് മാ ഹഉല, എന്താണ് ഈ നിൽക്കുന്നതെല്ലാം ആരാണ്? ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു, ഹഉല ദുർരിയത്തു, ഇത് മുഴുവൻ നിന്റെ സന്താനങ്ങളാണ്. ആ മുഴുവൻ സന്താനങ്ങൾ അതോടൊപ്പം തന്നെ ഹദീസിൽ കാണാൻ സാധിക്കും കുല്ലു ഇൻസാൻ മക്തൂബ് ഉംറുഹു ബൈന ഐനൈഹി, ആ നിർത്തപ്പെട്ട ആളുകളുടെ എല്ലാം അവരുടെ എല്ലാം ആയുസ് കൃത്യമായിട്ട് അത് കണക്കാക്കിയിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഓരോ ആളുകളും അവസാനമായിട്ട് ജനിക്കാൻ പോകുന്ന ആളുകൾ അവർക്ക് എത്ര വർഷമാണ് ഭൂമിയിൽ ജീവിക്കുക, ആയുസ് അടക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ കാണിക്കുന്നത്. ഫറഅ ആദമ റജുലുൻ മിൻഹും, ആ സന്ദർഭത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കൂട്ടത്തിൽ നിന്നും ഒരാളെ പ്രത്യേകമായിട്ട് കാണുകയാണ്.
ഒരാളെ പ്രത്യേകമായിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കൂട്ടത്തിൽ നിന്ന് നോട്ട് ചെയ്യാൻ. അതിനുശേഷം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് യാ റബ്ബ് മൻ ഹാദാ, അയാളെ ചൂണ്ടിക്കൊണ്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു ആരാണത്. ആ സന്ദർഭത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഹാദാ ഇബ്നുക ദാവൂദ്, അത് നിന്റെ സന്താന പരമ്പരയിൽ കടന്നു വരുന്ന ദാവീദാണ്, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. യകൂനു ഫി ആഖിരി സമാൻ, അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ കടന്നു വരും. അതാണ് ഹദീസ്. ഹദീസിലെ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്രയും ആളുകൾക്കിടയിൽ നിന്നും ഒരാളെ പ്രത്യേകമായിട്ട് ചോദിക്കാണ്, അത് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്തുകൊണ്ടാണത്? നമ്മളെല്ലാം പ്രതീക്ഷിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിരിക്കും ചോദിക്കുക എന്നുള്ളത്. പക്ഷേ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നത്. അതിന് നിരവധി വിശദീകരണം, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരൊറ്റ കാര്യം സൂചിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പരിശുദ്ധ ഖുർആനിലെ ഖലീഫ എന്നുള്ള പദം രണ്ട് പ്രവാചകന്മാർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കാണ്, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. അതേ ഖലീഫ എന്നുള്ള പദം കടന്നു വരുന്ന മറ്റൊരു പ്രവാചകൻ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അദ്ദേഹത്തിന് നൽകപ്പെട്ട അധികാരം അതുമായിട്ട് ബന്ധപ്പെട്ട് അതല്ല നമ്മുടെ വിഷയം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ച സന്ദർഭത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഹാദാ ഇബ്നുക ദാവൂദ് യകൂനു ഫി ആഖിരി സമാൻ, അവസാന കാലഘട്ടത്തിൽ കടന്നു വരുന്ന നിന്റെ സന്താന പരമ്പരയിൽ കടന്നു വരുന്ന ദാവീദ് എന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത് ബൈബിൾ പ്രകാരം പരിശോധിക്കുകയാണെങ്കിൽ BC 1040 ബിഫോർ ക്രൈസ്റ്റ്. അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നതിന്റെ 1000-ലധികം വർഷങ്ങൾക്ക് മുമ്പാണ്. അത് കഴിഞ്ഞ് 1000 വർഷത്തിന് ശേഷം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ച് പിന്നീടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. അപ്പൊ ആ ഒരു സന്ദർഭത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിരി സമാൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പം മൊത്തം 6000 ആണെങ്കിൽ അതൊരിക്കലും ആഖിരി സമാൻ ആവില്ല. ചിന്തിച്ചു നോക്കുക നിങ്ങൾ. അത് വളരെ കൃത്യമായിട്ട് അത് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞു ഭൂമി സൃഷ്ടിച്ച അവസാനത്തിലാണ് മനുഷ്യൻ കടന്നു വരുന്നത്. ഇന്ന് ശാസ്ത്രീയമായിട്ട് അവർ പറയുന്നത് ഭൂമിയിൽ മനുഷ്യൻ ആവിർഭവിക്കുന്നത് അവസാനത്തിലാണ്. അതായത് ഒരു ക്ലോക്ക് മൊത്തം, ആ പരിണാമ ശാസ്ത്രത്തിലെല്ലാം അവർ പറയാറുണ്ട്, ഒരു ക്ലോക്ക് മൊത്തം ജീവന്റെ ക്ലോക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് മനുഷ്യന് ഭൂമിയിലേക്ക് വരുന്നത്, അതായത് ഇപ്പൊ ക്ലോക്കിന്റെ 11, അതായത് അവസാനത്തെ സെക്കൻഡിലാണ് മനുഷ്യൻ പ്രത്യക്ഷപ്പെടുന്നത് ഭൂമിയിലേക്ക്. അത്രയും കാലം മനുഷ്യന് ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. അതായത് ഇപ്പൊ ജനുവരിയിൽ, എളുപ്പത്തിന് മനസ്സിലാക്കാം, ഇപ്പൊ ജനുവരിയിൽ മറ്റുള്ളതെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മനുഷ്യന് കടന്നു വരുന്നത് ഡിസംബറിന്റെ അവസാനമാണ്. അത്രയും കാലം ഭൂമിയിൽ മനുഷ്യനില്ലായിരുന്നു. അപ്പൊ ഇവിടെയും ആ ഒരു പദം ആഖിരി സമാൻ എന്നുള്ള പദം അതിനെ നിരവധി രൂപത്തിൽ നോക്കി കാണാവുന്നതാണ്. അല്ലാഹു അഅലം. ആ ഒരു ഹദീസ് തുടരുകയാണ്. ആ സന്ദർഭത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ആയുസ്സിൽ നിന്നും ഒരു 10-60 വർഷം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കൽപ്പിക്കുന്നതായിട്ടെല്ലാം ഹദീസിൽ കാണാൻ സാധിക്കും എന്നുള്ള. അപ്പൊ മൊത്തം കാലഘട്ടത്തോട് താരതമ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ ആ പദപ്രയോഗം വളരെ കൃത്യമാണ്, ആഖിരി സമാൻ എന്നുള്ളത്. പക്ഷെ അതേ സന്ദർഭത്തിൽ 6000 എന്നുള്ള സങ്കല്പത്തെ ശക്തമായിട്ട് അതെന്നെ വളരെ കൃത്യമായിട്ട് ഗണ്ണിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. അല്ലാഹു അഅലം. സൂചിപ്പിച്ചതെല്ലാം കേവലം സൂചനകൾ മാത്രമാണ്. പക്ഷേ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക, 6000 എന്നുള്ളത് ഒരു അർത്ഥത്തിലും ഇസ്ലാമിക പ്രമാണങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാത്ത സങ്കല്പമാണ്. പക്ഷേ പല സന്ദർഭത്തിലും ചില വിവരദോഷികളായിട്ടുള്ള ഭൗതികവാദികൾ ഏതെങ്കിലും മതത്തിന്റെ അവിടെ ഇവിടെയും പഠിച്ച് മാത്രം മതത്തെ വിമർശിക്കാൻ നടക്കുന്ന ആളുകൾ പൊതുവെ ഇസ്ലാമിനെ ഈ ഒരു ആരോപണം പറഞ്ഞ് ഇവർ പല സന്ദർഭത്തിലും വിമർശിക്കാറുണ്ട്. അതൊരിക്കലും ശരിയായിട്ടുള്ള രൂപത്തിലുള്ള നിരീക്ഷണം, ഇസ്ലാമിക പ്രമാണങ്ങൾ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനെയും അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെല്ലാം ആഴത്തിൽ പഠിക്കാനും അതിനെ സംബന്ധിച്ച് ചിന്തിക്കാനും നാളെ മരണാന്തര ജീവിതത്തിൽ സ്വർഗ്ഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളോടൊപ്പം എല്ലാം കൂടിച്ചേരാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. السلام عليكم ورحمة الله.